ഹായ് ഓൾ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 1ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് യൂണിറ്റ് 1 ആണ്. നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റിന്റെ പേര് വരുന്നത് ഹോങ് ഹോങ് ടൂട്ട് ടൂട്ട് എന്നാണ്. അപ്പൊ ഈ ഹോങ് ഹോങ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ബസ്സിന്റെ ഹോണിന്റെ സൗണ്ടിനെയാണ് ഇവിടെ ഹോങ് ഹോങ് എന്ന് പറയുന്നത്. അതുപോലെ ടൂട്ട് ടൂട്ട് എന്ന് പറയുന്നത് കാറിന്റെ ഹോണിന്റെ സൗണ്ടാണ്. അപ്പൊ ബസ്സിനും കാറിനും ഒക്കെ ഇനി എന്താ പറ്റുക നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ആദ്യത്തെ പേജിൽ തന്നെ ഒരു ബസ്സിനെയാണ് അല്ലെ കാണാൻ പറ്റുന്നത്. ദിസ് ഈസ് എ ബസ്. ഇതെന്താണ്? ഇതൊരു ബസ്സാണ്. എ ബ്ലൂ ബസ്. ബസ്സിന്റെ നിറം എന്താണ്? ബ്ലൂ ആണ് അല്ലെ, നീല നിറമാണ്. എ ബ്ലൂ ബസ്. ബ്ലൂവിന്റെ സ്പെല്ലിംഗ് അവിടെ കൊടുത്തിട്ടുണ്ട്, BLUE. അപ്പൊ എല്ലാവരും അത് പഠിക്കുക. ദ ബസ് ഈസ് ബിഗ്. ബസ്സിന്റെ സൈസ് എന്താണ്? വലുതാണ് അല്ലെ. അപ്പൊ ബസ് വലുതാണ് എന്ന് നമ്മൾ എങ്ങനെയാ പറയാ? ദ ബസ് ഈസ് ബിഗ്. അതിന് താഴെ ഒരു ചോദ്യം അവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? വാട്ട് ഈസ് ദ കളർ ഓഫ് ദ ബസ്? ബസ്സിന്റെ കളർ എന്താണ്? നമ്മൾ കണ്ടു എന്താണ്? കളർ എന്താണ്? ബ്ലൂ ആണ്. ദിസ് ഇസ് എ ബ്ലൂ ബസ്. അപ്പൊ ബസ്സിന്റെ കളർ വരുന്നത് ബ്ലൂ ആണ്. ഇനി അടുത്തത് എന്തായിരിക്കും? അടുത്തത് വരുന്നത് കാർ ആണ് അല്ലെ. ദിസ് ഈസ് എ കാർ, എ റെഡ് കാർ. കാറിന്റെ കളർ എന്താണ്? കാറിന്റെ കളർ വരുന്നത് റെഡ് ആണ്, ചുവപ്പ് നിറാണ്. റെഡിന്റെ സ്പെല്ലിംഗ് എന്താണ്? RED, റെഡ്. ദ കാർ ഈസ് സ്മോൾ. ബസ് വലുതായിരുന്നു. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? ദ ബസ് ഇസ് ബിഗ് എന്നാണ് പറഞ്ഞത്. ഇവിടെ കാർ ചെറുതാണ്. അപ്പൊ ചെറുതിന് നമ്മൾ എന്താ പറയാ? ദ കാർ ഈസ് സ്മോൾ. വാട്ട് ഈസ് ദ കളർ ഓഫ് ദ കാർ? കാറിന്റെ നിറം എന്താണ്? റെഡ് ആണ് അല്ലെ. ദ കളർ ഓഫ് ദ കാർ ഈസ് റെഡ്. റെഡിന്റെ സ്പെല്ലിംഗ് എല്ലാവരും പഠിക്കുക. എന്താണ്? RED, റെഡ്. ഇനി ബസ് എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ഐ ആം എ ബസ്. ഐ ആം എ ബസ്. ഹോങ് ഹോങ് ബസ്. ബസ് പറയണം ഞാനൊരു ബസ്സാണ്. ഹോങ് ഹോങ് ബസ്. ബസിന്റെ ഹോൺ ആണ് കേട്ടോ അത്. ദ ബ്ലൂ ബസ് ഈസ് ഓൺ ദ റോഡ്. ആ നീല ബസ് എവിടെയാണുള്ളത്? ആ നീല ബസ് റോഡിലാണ്. ദ ബ്ലൂ ബസ് ഈസ് ഓൺ ദ റോഡ്. അവിടെ നമുക്കൊരു പോലീസ് ഓഫീസറെ കാണാം അല്ലെ, ഒരു ട്രാഫിക് പോലീസ് അവിടെ നിൽക്കുന്നുണ്ട്. വേർ ഈസ് ദ ബസ് ഗോയിങ്? ബസ് എങ്ങോട്ടാണ് പോകുന്നത് നമുക്ക് നോക്കാം. അപ്പൊ കാറ് വരികയാണ് അവിടുന്ന്. ഐ ആം എ കാർ. ഐ ആം എ കാർ. ടൂട്ട് ടൂട്ട് കാർ. കാർ എന്താ പറയുന്നത്? ഐ ആം എ കാർ. ടൂട്ട് ടൂട്ട് കാർ. കാറിന്റെ ഹോണിന്റെ സൗണ്ട് ആണ് അത്. ദ റെഡ് കാർ ഈസ് ഓൺ ദ റോഡ്. റെഡ് കാർ എവിടെയാണ്? റെഡ് കാറും റോഡിലാണുള്ളത്. വേർ ഈസ് ദ കാർ ഗോയിങ്? കാർ എങ്ങോട്ടാണ് പോകുന്നത് നമുക്ക് നോക്കാം. ബസ് പറയാണ് ഐ ഹാവ് എ ഹോൺ. ഹോങ് ഹോങ് ഹോൺ. എനിക്കൊരു ഹോൺ ഉണ്ട്. എങ്ങനെയാണ്? ഹോങ് ഹോങ് ഹോൺ ആണത്. ഹോണിന്റെ സൗണ്ട് എങ്ങനെയാണ്? ഹോങ് ഹോങ് ഹോൺ. ദ ബസ് ഹാസ് എ ഹോൺ. ഇറ്റ് സൗണ്ട്സ് ഹോങ് ഹോങ്. ബസ്സിനൊരു ഹോൺ ഉണ്ട്. അപ്പൊ എങ്ങനെയാ പറയാ? ദ ബസ് ഹാസ് എ ഹോൺ. ഇറ്റ് സൗണ്ട്സ് ഹോങ് ഹോങ്. അപ്പൊ ബസ്സിന്റെ ഹോണിന്റെ ശബ്ദമാണ് ഹോങ് ഹോങ് എന്നുള്ളത്. ഇനി ഇവിടെ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. ഡസ് ദ ബസ് ഹാവ് ഓൺലി എ ഹോൺ? ബസ്സിന് ഹോൺ മാത്രമാണുള്ളത്. ബാക്കി ഏതൊക്കെ ഭാഗങ്ങളായിരിക്കും ബസ്സിന് ഉണ്ടാവുക? നമുക്കൊന്ന് പറയാൻ പറ്റുമോ? എന്തൊക്കെയായിരിക്കും? ബസ്സിന് വീൽസ് ഉണ്ട്, സീറ്റ് ഉണ്ട്, പിന്നെ എന്തൊക്കെയാ? ലൈറ്റ് ഉണ്ട്. ഇതൊക്കെയാണ് ബസ്സിന്റെ ഭാഗങ്ങൾ അല്ലെ. ഇനി കാർ എന്താണ് പറയുന്നത്? ഐ ഹാവ് ലൈറ്റ്സ്. വൈറ്റ് വൈറ്റ് ലൈറ്റ്സ്. എനിക്ക് ലൈറ്റ്സ് ഉണ്ട്. വെള്ള നിറമുള്ള ലൈറ്റ് ആണ്. ഐ ഹാവ് ലൈറ്റ്സ്. വൈറ്റ് വൈറ്റ് ലൈറ്റ്സ്. ദ കാർ ഹാസ് 2 ലൈറ്റ്സ്. ദേ ആർ വൈറ്റ്. കാറിന് 2 ലൈറ്റ്സ് ഉണ്ട്. ദ കാർ ഹാസ് 2 ലൈറ്റ്സ് ആൻഡ് അത് ഏത് നിറാണ്? വെള്ള നിറാണ്. ദേ ആർ വൈറ്റ്. കാർ ഹാസ് മെനി പാർട്സ്. അപ്പൊ ആ ഭാഗങ്ങൾ എന്തൊക്കെയായിരിക്കും? ഏതൊക്കെയാണ് കാറിന്റെ ഭാഗങ്ങള്? ലൈറ്റ് ഉണ്ട്, സീറ്റ് ഉണ്ട്, ഡോർ ഉണ്ട്, പിന്നെ എന്തൊക്കെയാ? വീൽസ് ഉണ്ട്, മിറർ ഉണ്ട്. ഇതൊക്കെ കാറിന്റെ ഭാഗങ്ങളാണ്. ഇനി എന്താ ബസ് പറയുന്നേ? ഐ റൺ ഫാസ്റ്റ്. ഞാൻ വേഗത്തിൽ പോവും, ഞാൻ വേഗത്തിൽ ഓടും. ഐ റൺ ഫാസ്റ്റ്. അവിടെ മീ ടു. അപ്പൊ കാറ് പറയാണ് മീ ടു. കാർ എന്താ പറയുന്നത്? എനിക്കും വേഗത്തിൽ ഓടാനായിട്ട് പറ്റും. ദ ബസ് റൺ ഫാസ്റ്റ്. ദ കാർ റൺസ് ഫാസ്റ്റ്. ബസ്സും കാറും എങ്ങനെയാണ്? വേഗത്തിൽ പോവും. ദ കാർ ആൻഡ് ദ ബസ് റൺ ഫാസ്റ്റ്. ഇസ് ഇറ്റ് ഗുഡ്? അപ്പൊ നമ്മളോട് ചോദിക്കുകയാണ്, കാറും ബസ്സും ഒക്കെ നല്ല വേഗത്തിൽ പോവും, അത് നല്ലതാണോ? നല്ല സ്പീഡിൽ പോകുമ്പോൾ അപകടങ്ങൾ ഉണ്ടാവുമോ എന്നാണ് നമ്മളോട് ചോദിക്കുന്നത് അല്ലെ. നമുക്ക് നോക്കാം എന്താ ഉണ്ടാവാന്ന്. ഹോങ് ഹോങ്. ഹേ കാർ, ഗിവ് വേ. ബസ് പറയാണ് ഹോങ് ഹോങ്. കാർ എനിക്ക് വഴി തരൂ, എനിക്ക് പോവാനായിട്ട് വഴി തരുമെന്ന് ബസ് പറയാണ്. സ്റ്റോപ്പ് ഷൗട്ട്സ് ദ പോലീസ് ഓഫീസർ. പോലീസ് ഓഫീസർ അപ്പൊ എന്താ പറയുന്നത്? സ്റ്റോപ്പ്, നിർത്തൂ എന്നാണ് പറയുന്നത്. ദ ബസ് ഡസ് നോട്ട് സ്റ്റോപ്പ്. ദ കാർ ഡസ് നോട്ട് സ്റ്റോപ്പ്. ബസ്സും നിർത്തിയില്ല, കാറും നിർത്തിയില്ല. അപ്പൊ എന്താ ഉണ്ടാവുക? ടൂട്ട് ടൂട്ട് യു മൂവ്. കാറും പറയാണ് ടൂട്ട് ടൂട്ട് നീയും നിർത്തുന്നു. പക്ഷെ എന്താണ്? ബസ്സും കാറും നിർത്തിയില്ല അല്ലെ. ട്രാഫിക് പോലീസ് സ്റ്റോപ്പ് എന്ന് പറയുന്നുണ്ട്. ഇനി എന്താണ് അപ്പൊ ഉണ്ടാവുക? അവിടെ ഒരു ആക്സിഡന്റ് ഉണ്ടാവും അല്ലെ. ദ ബസ് ആൻഡ് ദ കാർ ഹിറ്റ് ഈച്ച് അതർ. ബസ്സും കാറും തമ്മിൽ കൂട്ടിയിടിക്കുകയാണ് ഉണ്ടാവുന്നത്. ബസ്സും കാറും നല്ല സ്പീഡിൽ വന്നിട്ട് അവർ തമ്മിൽ കൂട്ടിയിടിക്കുകയാണ്.
Where is the police officer? What will the police officer do? പോലീസ് ഓഫീസർ എവിടെയാണ്? എന്തായിരിക്കും പോലീസ് ഓഫീസർ ചെയ്യാൻ? നമുക്ക് നോക്കാം. ഔച്ച്, മൈ ഹോൺ. ബസ് പറയണം അയ്യോ എന്റെ ഹോൺ എന്ന്. The horn has fell down. ബസിന്റെ ഹോൺ താഴെ വീണു. The car's light fell down. അതുപോലെ കാറിന്റെ ലൈറ്റും താഴെ വീണു. ഓ മൈ ലൈറ്റ്. അപ്പൊ ബസിന്റെ ഹോണും കാറിന്റെ ലൈറ്റും താഴെ വീണു. What happened to the bus? ബസിന് എന്താണ് പറ്റിയത്? ബസിന്റെ ഹോൺ താഴെ വീണു അല്ലേ? അതുപോലെ തന്നെ കാറിന് എന്താ പറ്റിയത്? കാറിന്റെ ലൈറ്റും താഴെ വീണു. ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക്. ബസ് പറയാണ് ഇത് നിന്റെ തെറ്റാണ്. മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? തെറ്റ്. ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക്. ഇത് നിന്റെ തെറ്റാണ് എന്ന് പറയാണ്. പക്ഷെ അവിടെ കാണാൻ കുറെ പേര് നിൽക്കുന്നുണ്ട് അല്ലേ? അപ്പൊ ട്രാഫിക് പോലീസ് പറയാണ് ഇത് നിന്റെ കൂടി തെറ്റാണ്. ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക് ടു എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് നിന്റെ കൂടി തെറ്റാണ്. അപ്പൊ കാർ എന്താ പറയുന്നത്? സോറി സാർ. സോറി, ക്ഷമ ചോദിക്കുകയാണ് കാർ. ഹൂ മെയ്ഡ് എ മിസ്റ്റേക്ക് ഓൺ ദ റോഡ്? റോഡിൽ ആരാണ് തെറ്റ് ചെയ്തത്? പോലീസ് ഓഫീസർ എന്താണ് പറയുന്നതെന്നാണ് ചോദിച്ചത്. ആരാണ് തെറ്റ് ചെയ്തത്? രണ്ടുപേരും അല്ലെ? ദ ബസ് ആൻഡ് ദ കാർ. രണ്ടുപേരും അവിടെ തെറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ടുപേരും സ്പീഡിലാണ് വന്നത്. പോലീസ് ഓഫീസർ നിർത്താനും അവരോട് പറഞ്ഞു. ഹിയർ ഈസ് യുവർ ഹോൺ. അപ്പം ബസിന്റെ ഹോൺ അവിടെയുള്ള ആനിമൽസ് എടുത്ത് കൊടുക്കുകയാണ്. ഹിയർ ഈസ് യുവർ ലൈറ്റ്. ലൈറ്റ് ആരാ കൊടുക്കുന്നത്? കൗ ആണ് ലൈറ്റ് എടുത്ത് കൊടുക്കുന്നത്. The horn is ready, the light is ready, the bus and the car are happy. എന്താണ്? The horn is ready. ഹോൺ ശരിയായി. The light is ready. ലൈറ്റും ശരിയായി. The bus and the car are happy. ബസ്സും കാറും ഇപ്പൊ എന്താണ്? വളരെ സന്തോഷത്തിലാണ്. അവര് ഹാപ്പിയിലാണ്. താങ്ക് യു സർ. അപ്പൊ കാറ് പറയാണ് താങ്ക് യു എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ആനിമൽസ് ഒക്കെ കാറിനെ യാത്രയാക്കുകയാണ്. ബൈ സാർ എന്ന് പറഞ്ഞ് ബസ്സും പോകുന്നുണ്ട്. അപ്പോ നമ്മുടെ പോലീസ് ഓഫീസർ അതാരാണ്? ബെയർ ആണ് അല്ലെ? കരടിയാണ് പോലീസ് ഓഫീസർ. അപ്പോൾ ട്രാഫിക് പോലീസ് പറയാണ് ഡു നോട്ട് റിപ്പീറ്റ് ഇറ്റ്. ഇത് നിങ്ങൾ ഒരിക്കലും റിപ്പീറ്റ് ചെയ്യരുത്. ഇനി ഇത് വീണ്ടും ഇങ്ങനെ തെറ്റുകൾ ചെയ്യരുത് എന്നാണ് നമ്മുടെ ട്രാഫിക് പോലീസ് പറയുന്നത്. വിൽ ദേ ഗോ ഫാസ്റ്റ് നൗ? ഇനി അവർ വീണ്ടും സ്പീഡിൽ പോവോ? ഉണ്ടാവില്ല അല്ലെ? നമ്മുടെ പോലീസ് ഓഫീസർ പറയാണ് അവരോട് നിങ്ങൾ ഇനി ഇത് റിപ്പീറ്റ് ചെയ്യരുത്, വീണ്ടും ഈ തെറ്റ് ആവർത്തിക്കരുത്. അപ്പൊ അവര് സ്പീഡിൽ പോവില്ല. ഇനി നമുക്കൊരു റൈം നോക്കാം. ഗ്രീൻ ട്രീസ്, ഗ്രീൻ ട്രീസ്. എന്താണ് ഗ്രീൻ ട്രീസ്? പച്ച നിറത്തിലുള്ള മരങ്ങൾ. യു ആർ സോ നൈസ്. നിങ്ങൾ വളരെ നല്ലതാണ്. ഐ എം സോ ഹാപ്പി ടു സീ യു ഓൾ. നിങ്ങളെ കണ്ടതിൽ ഞാൻ വളരെ സന്തോഷവാനാണ്. ബസ്സും കാറും പാടുന്ന പാട്ടാണ് കേട്ടോ. അപ്പൊ അടുത്തത് എന്താണ്? ബ്ലൂ ബേർഡ്സ്, ബ്ലൂ ബേർഡ്സ്, യു ആർ സോ നൈസ്. നീല പക്ഷികളെ, യു ആർ സോ നൈസ്. നിങ്ങൾ വളരെ നല്ലതാണ്. ഐ എം സോ ഹാപ്പി ടു സീ യു ഓൾ. നിങ്ങളെല്ലാം കണ്ടതിൽ ഞാൻ വളരെയധികം സന്തോഷവാനാണ്. അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഈ പാഠം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇതിലെ കുറച്ച് വാക്കുകൾ നോക്കാം. നിങ്ങൾക്ക് ഇതിലെ വായിക്കാൻ പറ്റുന്ന വാക്കുകൾ ഏതൊക്കെയായിരിക്കും? വേർഡ്സ് ഐ ക്യാൻ റീഡ്. നമുക്ക് വായിക്കാൻ പറ്റുന്ന വാക്കുകൾ ഏതൊക്കെയായിരിക്കും? ബസ്, നമ്മൾ പഠിച്ചു അല്ലേ? ബസ്, BUS, ബസ്. അടുത്തത് റോഡ്. റോഡിന്റെ സ്പെല്ലിംഗ് എന്താണ്? ROAD, റോഡ്. അടുത്ത വാക്കാണ് കൗ. കൗ എന്ന് പറഞ്ഞാൽ എന്താണ്? പശുവാണ് അല്ലെ? കൗവിന്റെ സ്പെല്ലിംഗ് എന്താണ്? COW. അടുത്ത വാക്കാണ് ഹോൺ. ഹോണിന്റെ സ്പെല്ലിംഗ് എങ്ങനെയാ വരിക? HORN. നമ്മൾ ഹോൺ എന്നാണ് പറയുമെങ്കിലും അവിടെ R എന്നുള്ള വാക്ക് സൈലന്റ് ആണ്. അപ്പൊ നമ്മൾ എങ്ങനെയാ അത് എഴുതുക? HORN. സ്പെല്ലിംഗ് വരുമ്പോൾ HORN ആണെങ്കിലും പറയുമ്പോൾ നമ്മൾ എന്ത് പറയും? ഹോൺ എന്നാണ് പറയാം. അടുത്തതാണ് ഫാസ്റ്റ്. ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേഗത്തിൽ. റെഡി, READY, റെഡി. മൂവ്. മൂവ് സ്പെല്ലിംഗ് എന്താണ്? MOVE, വാൻ, VAN. സ്റ്റോപ്പ്, നിർത്തു എന്ന് പറഞ്ഞു അല്ലേ പോലീസ് ഓഫീസർ? സ്റ്റോപ്പിന്റെ സ്പെല്ലിംഗ് എന്താണ്? STOP, സ്റ്റോപ്പ്. അടുത്ത വാക്കാണ് ലൈറ്റ്, LIGHT. അടുത്ത വാക്ക് ഏതാണ്? സോറി, SORRY. അടുത്തതാണ് ജീപ്പ്, JEEP, ജീപ്പ്. അടുത്തത് ക്രാഷ്, CRASH എന്ന് പറഞ്ഞാൽ എന്താണ്? കൂട്ടിയിടിക്കുക എന്നാണ് അർത്ഥം. അടുത്തത് ഒരു വെഹിക്കിളിന്റെ പേരാണ്. എന്താണ്? ലോറി, LORRY, ലോറി. അടുത്തത് സിംഗ്. നമ്മൾ പാട്ട് പാടുന്നതിനെയാണ് അല്ലെ സിംഗ് എന്ന് പറയുന്നത്? SING, സിംഗ്. പോലീസ്. പോലീസിന്റെ സ്പെല്ലിംഗ് എന്താണ്? POLICE, പോലീസ്. അടുത്ത വാക്കാണ് ബെൽ, BELL, ബെൽ. റൺ. റണ്ണിന്റെ സ്പെല്ലിംഗ് എന്താണ്? ഓടുക എന്ന് പറയുമ്പോൾ RUN, റൺ. അടുത്തതാണ് ടയർ. ടയറിന്റെ സ്പെല്ലിംഗ് TYRE. നമ്മുടെ ചക്രം എന്ന് പറയില്ലേ? അതാണ് ടയർ. അടുത്തതാണ് ട്രീ, THREE. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ത്രീയുടെ സ്പെല്ലിംഗ് എന്താണ്? THREE. അടുത്തത് റെഡ്. റെഡിന്റെ സ്പെല്ലിംഗ് എന്താണ്? RED. അടുത്ത നിറാണ് ബ്ലാക്ക്, കറുപ്പ്. കറുപ്പിന്റെ സ്പെല്ലിംഗ് എന്താ? BLACK, ബ്ലാക്ക്.
അടുത്തതാണ് ബ്ലൂ. നമ്മൾ ഇന്ന് പഠിച്ചു അല്ലേ ബ്ലൂ ബസ്. അപ്പൊ ബസ്സിന്റെ നിറം എന്താണ്? ബ്ലൂ. സ്പെല്ലിംഗ് വരുന്നത് BLUE. അടുത്തതാണ് വൈറ്റ്, വെള്ള. വൈറ്റിന്റെ സ്പെല്ലിംഗ് എന്താണ്? WHITE. അടുത്ത വാക്കാണ് വൺ. വൺ നമ്മൾ എല്ലാവരും പഠിച്ചിട്ടുള്ള വാക്കാണ് അല്ലെ, 1ാം ക്ലാസ്സിലെ. ഏതാണ് സ്പെല്ലിംഗ് വരുന്നത്? ONE, വൺ. അടുത്തതാണ് വീൽ, ചക്രം. എങ്ങനെയാണ് സ്പെല്ലിംഗ് വീലിന്റെ? WHEEL, വീൽ. അടുത്തതാണ് കളർ. കളറിന്റെ സ്പെല്ലിംഗ് ആണ് COLOUR. അടുത്തതാണ് മിസ്റ്റേക്ക്. മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? തെറ്റ് എന്നാണ് അല്ലെ അർത്ഥം. മിസ്റ്റേക്കിന്റെ സ്പെല്ലിംഗ് വരുന്നത് MISTAKE. അടുത്തതാണ് പിങ്ക്. നമുക്ക് ഇഷ്ടപ്പെട്ട കളറാണ് അല്ലെ പിങ്ക്. പിങ്കിന്റെ സ്പെല്ലിംഗ് എന്താണ്? PINK, പിങ്ക്. അടുത്തതാണ് സ്ലോ. സ്ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? പതുക്കെ. അപ്പൊ സ്ലോന്റെ സ്പെല്ലിംഗ് എന്താ വരിക? SLOW, സ്ലോ. അപ്പൊ ഇത് വായിച്ചിട്ട് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്ന വാക്കുകൾ ഏതാണെങ്കിൽ അതിന് ചുറ്റും ഒരു സർക്കിൾ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച ആ ഹോങ് ഹോങ് ടൂട്ട് ടൂട്ട് എന്ന യൂണിറ്റിലെ കുറെ വാക്കുകൾ ഇതിലുണ്ട് അല്ലെ. അപ്പൊ കൂട്ടുകാരെല്ലാവരും ഇത് വായിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്ന വാക്കുകളുടെ ചുറ്റും ഒരു സർക്കിൾ വരയ്ക്കാം. ഇനി നമുക്ക് ഈ കഥയിലെ ഏതൊക്കെ ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു നോക്കാം. ആരൊക്കെയാണ്, ഏതൊക്കെ ആളുകളാണ് ഈ കഥയിൽ നമ്മൾ കണ്ടത്? അവരുടെ നേരെ നമുക്കൊരു ടിക്ക് മാർക്ക് ഇട്ട് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തേത് ആരാണ്? ബസ്സാണ്. ബസ് ഉണ്ട് അല്ലെ ഈ കഥയില്, ബ്ലൂ ബസ് ഉണ്ട്. അപ്പൊ ബസ് ഇതിലൊരു ക്യാരക്ടർ ആണ്. അടുത്തത് കാർ, ഒരു റെഡ് കാർ ഉണ്ട്. അപ്പൊ കാറും ഈ കഥയിലുണ്ട്. അടുത്തത് ബെയർ ആണ്. ബെയർ ഉണ്ടോ ഇതില്? ഉണ്ട് അല്ലെ. ആരാണ് ബെയർ? നമ്മുടെ പോലീസ് ഓഫീസർ ആയിട്ട് നിൽക്കുന്നത് ആരാണ്? ബെയർ ആണ്, കരടിയാണ്. അപ്പൊ ബെയർ ഉണ്ട്. മങ്കി ഉണ്ട്. പോലീസ് ഓഫീസർ ഉണ്ട്. കണ്ടോ, പോലീസ് ഓഫീസർ രണ്ടാമതും വരുന്നുണ്ട്. ഇനി ഇതിലില്ലാത്തവരാണ് ബാക്കിയുള്ളവര്. ജീപ്പ്, ക്രോ, ഗോട്ട്, ഇവര് 3 പേരും ഇല്ല. പിന്നെ ആരാണ്? കൗ ഉണ്ട് അല്ലെ, പശു ഉണ്ട്. പശുവാണ് ആ ലൈറ്റ് എടുത്തു കൊടുത്തിട്ട് കാറിന് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ കൗ ഉണ്ട്. മൗസ് ഉണ്ട്. മൗസിനെ നമ്മൾ അവിടെ കണ്ടു. പിന്നെ ഡോഗ് ഉണ്ടോ? ഇവിടെ ഇല്ല, ഡോഗ് ഇല്ല. കാറ്റ് ഇല്ല. അപ്പൊ അവിടെ നമുക്ക് ടിക്ക് മാർക്ക് ഇടണ്ട. പിന്നെ ആരാണുള്ളത്? ഹെൻ ഉണ്ട്. ഹെൻ ഉണ്ട്. ഡക്ക് ഉണ്ട്. അപ്പൊ അവരുടെ പേരിന്റെ നേരെയും നിങ്ങൾ ടിക്ക് മാർക്ക് ഇടാം. പിന്നെ റാബിറ്റ് ഉണ്ടോ നമ്മുടെ കഥയില്? റാബിറ്റ് ഇല്ല. പാരറ്റ്, തത്തയുണ്ടോ? തത്തയും മുയലും ഇല്ല അല്ലെ. അപ്പൊ അവരുടെ പേരിന്റെ നേരെ ടിക്ക് ഇടണ്ട. അപ്പൊ ഇതിൽ നമ്മൾ ടിക്ക് മാർക്ക് ഇട്ടവരൊക്കെ ഈ കഥയിലുള്ളവരാണ്. ആരൊക്കെയാണ് നമുക്ക് ഒന്നുകൂടി നോക്കാം. ബസ്, കാർ, ബെയർ, മങ്കി, പോലീസ് ഓഫീസർ, കൗ, മൗസ്, ഹെൻ ആൻഡ് ഡക്ക്. ഇവരൊക്കെ നമ്മുടെ ഈ കഥയിൽ ഉള്ള ആളുകളാണ്. ഇനി നമുക്ക് ഇതിലെ റീഡ് ആൻഡ് റിജോയ്സ് എന്ന് പറഞ്ഞിട്ടുള്ള കഥ വായിക്കാം. കഥയുടെ പേര് ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ് എന്നാണ്. അപ്പൊ ഈ കഥയിൽ എന്താണ്? ഒരു എലി അവിടെ നിന്നിട്ട് ബൈനോക്കുലർ വെച്ച് നോക്കുകയാണ് അല്ലെ. ഒരു കോഴി മുട്ടയിട്ടിട്ട് അടയിരിക്കുന്നത്. അപ്പൊ അത് എടുക്കണം എന്നാണ് നമ്മുടെ എലിയുടെ പ്ലാൻ. അപ്പൊ ആ റാറ്റ് വന്നിട്ട് ആ മുട്ട എടുക്കുകയാണ്. ഓ നോ, ഹേ സ്റ്റോപ്പ്. എന്താ പറയുന്നേ? കോഴി പറയാണ്, ഹെൻ പറയാണ് ഹേ സ്റ്റോപ്പ്, നിൽക്കൂ എന്ന് റാറ്റിനോട് പറയാണ്. അപ്പൊ ഈ എലി ഈ മുട്ട എടുത്തിട്ട് ഓടുന്ന സമയത്താണ് നമ്മുടെ റെഡ് കാറും ബ്ലൂ ബസ്സും തമ്മിൽ കൂട്ടിയിടിക്കുന്നത്. അവിടെ വെച്ചിട്ട് ആ മുട്ട പോവാണ് എലിയുടെ കയ്യിൽ നിന്ന്. ഔച്ച്, ഓ മൈ എഗ്. അപ്പൊ കോഴി പറയണം അയ്യോ എന്റെ മുട്ട എന്ന് പറയാണ്. ഇസ് ഇറ്റ് ഓക്കെ? അപ്പൊ കോക്ക് പറയണം ഇസ് ഇറ്റ് ഓക്കെ, കുഴപ്പമൊന്നുമില്ലല്ലോ, അത് ഓക്കെ ആണോ എന്ന് ചോദിക്കാണ്. അപ്പൊ എലികളൊക്കെ കൂട്ടം കൂടി വരിക. കം കം, എല്ലാവരും വരൂ. ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക്. അപ്പൊ കോഴി പറയാണ് ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക് എന്ന്, ഇത് നിന്റെ തെറ്റാണ്. എന്താ പറയുന്നത്? ഐ എം സോറി, ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. ഓക്കെ, ഞാൻ സോറി ചോദിക്കുകയാണ്, എന്നോട് ക്ഷമിക്കൂ. ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്, നീ അതൊരിക്കലും ചെയ്യരുത് എന്ന് ഹെൻ കോക്കിനോട് പറയാണ്. അങ്ങനെയാണ് ഈ കഥ വരുന്നത്. അപ്പൊ നമുക്കിവിടെ ഒരു ആക്ടിവിറ്റി വന്നിട്ടുണ്ട്. വേർ ഈസ് ദ എഗ്, ഡ്രോ ഇറ്റ് ഇൻ സ്യൂട്ടബിൾ പ്ലേസ്. അപ്പൊ ഈ കഥയിൽ എവിടെയായിരിക്കും മുട്ട ഉണ്ടാവുക? നിങ്ങൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്ഥലത്ത് എവിടെയാണോ മുട്ട വരിക അവിടെ നിങ്ങൾ അവിടെ എഗ് ഡ്രോ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി മിസ് പറയാനായിട്ട് പോകുന്നത് നമ്മുടെ ആക്ടിവിറ്റി ബുക്കിൽ ആക്ടിവിറ്റീസ് ആണ്. യൂണിറ്റ് 1ന്റെ ഭാഗമായിട്ട് വരുന്ന ആക്ടിവിറ്റീസ് നമുക്ക് നോക്കാം. അതിൽ ആക്ടിവിറ്റി 1 വരുന്നത് കളർ ചെയ്യാനാണ്. ലെറ്റ് us കളർ ദ പിക്ചർ. അപ്പൊ താഴെ തന്നിരിക്കുന്ന ചിത്രം നിങ്ങളോട് കളർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ആ ബസ്സിന് നമ്മൾ കൊടുക്കാം. ഇനി അതിന് താഴെ ഒരു സെന്റൻസ് ഉണ്ട് അല്ലെ. എന്താ ഇതിൽ പറയുന്നേ? ദിസ് ഈസ് എ ഡാഷ് എന്നാണ്. എന്താണ് ഇത്? ഇതൊരു ബസ്സാണ് അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? ദിസ് ഈസ് എ ബസ്. ബസ്സിന്റെ സ്പെല്ലിംഗ് നമ്മൾ എല്ലാവരും പഠിച്ചിട്ടുണ്ട്. എന്താണ്? BUS. അപ്പൊ നിങ്ങൾ എവിടെ എഴുതാ? ദിസ് ഈസ് എ ബസ്. ഇനി ആക്ടിവിറ്റി 2 നോക്കാം. ആക്ടിവിറ്റി 2ൽ എന്തോ ഒളിഞ്ഞിരിക്കുന്നുണ്ട് അല്ലെ. വാട്ട് ഈസ് ഹൈഡിങ് ഹിയർ? അപ്പൊ ഇവിടെ എന്താണ് ഒളിഞ്ഞിരിക്കുന്നത്? കളർ ദ ഷേപ്സ് വിത്ത് എ ഡോട്ട് ഇൻ ദം. ഇതിൽ ചില ഷേപ്സിൽ ഒരു ഡോട്ട് ഉണ്ട് അല്ലെ. അപ്പൊ ആ ഡോട്ട് ഉള്ള ഷേപ്സ് മാത്രം നിങ്ങൾ കളർ ചെയ്യുക. അത് കളർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? ഒരു കാറിന്റെ ചിത്രമാണ് കിട്ടുക.
അപ്പൊ നമുക്കത് എങ്ങനെയാ സെന്റൻസിൽ പറയാ? ഇതൊരു കാറാണ് എന്ന്. ദിസ് ഈസ് എ കാർ. കാറിന്റെ സ്പെല്ലിംഗ് എന്താണ്? CAR. ഇനി ആക്ടിവിറ്റി 3 നോക്കാം. ലെറ്റ് us ഫൈൻഡ് ഔട്ട് ദ വെഹിക്കിൾസ് ആൻഡ് കളർ them too. ഈ ചിത്രത്തിൽ കുറെ വെഹിക്കിൾസ് ഉണ്ട് അല്ലെ? അപ്പൊ അതിൽ നിന്ന് വാഹനങ്ങൾ ഏതൊക്കെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നതെന്ന് കണ്ടുപിടിച്ചിട്ട് അതിനെ കളർ ചെയ്യണം. ആൻഡ് പുട്ട് എ ടിക്ക് മാർക്ക് അഗെയിൻസ്റ്റ് ദ വെഹിക്കിൾസ് യു ഹാവ് ഐഡന്റിഫൈഡ് ഇൻ ദ പിക്ചർ. നമ്മൾ മുകളിലെ ചിത്രത്തിൽ കണ്ട വെഹിക്കിൾസ് ഏതാണോ അതിന് നേരെ നിങ്ങൾ ടിക്ക് മാർക്ക് കൂടി ചെയ്യണം. നിങ്ങൾ എല്ലാവരും ഈ വെഹിക്കിൾസിനെ കളർ ചെയ്യുക. എന്നിട്ട് നമുക്ക് നോക്കാം അതിൽ ഏതൊക്കെയുള്ളതെന്ന്. ബസ് ഉണ്ടോ? യെസ്, ബസ് ഉണ്ട് അല്ലെ? അപ്പൊ ബസ്സിന് നേരെ ഒരു ടിക്ക് ഇടാം. ബൈസൈക്കിൾ, സൈക്കിൾ ഉണ്ടോ? ബൈസൈക്കിൾ ഉണ്ട്. അടുത്തത് ഏതാണ്? സ്കൂട്ടർ. സ്കൂട്ടർ ഈ ചിത്രത്തിലുണ്ട് അല്ലെ? മുകളിലുണ്ട്. അപ്പൊ സ്കൂട്ടർ ഉണ്ട്. ട്രെയിൻ, ട്രെയിൻ ഉണ്ടോ ഇതില്? ഇല്ല. അപ്പൊ ട്രെയിനിന് നേരെ ടിക്ക് വേണ്ട. അതുപോലെ എയറോപ്ലെയിൻ, എയർപ്ലെയിൻ ഇതിലില്ല. ജീപ്പ് ഉണ്ട്. ജീപ്പിന് നേരെ ടിക്ക് ഇടാം. മോട്ടോ ബൈക്ക്, ബൈക്ക് ഇതിലുണ്ട്. ഓട്ടോറിക്ഷ, ഓട്ടോറിക്ഷ ഉണ്ട് അല്ലെ? താഴെ ഓട്ടോറിക്ഷ ഉണ്ട്. അപ്പൊ ഓട്ടോറിക്ഷയ്ക്ക് നേരെ ടിക്ക് ഇടാം. കാർ ഉണ്ടോ? ഇല്ല, കാർ ഇല്ല. ലോറി ഇല്ല. ബോട്ടില്ല. പിന്നെ ഏതാണുള്ളത്? വാൻ, വാൻ ഉണ്ട്. അപ്പൊ വാനിന് നേരെ ടിക്ക് ഇടാം. എന്നിട്ട് നിങ്ങൾ ഇതിലെല്ലാ ചിത്രങ്ങളും കളർ ചെയ്യാം. അടുത്തത് ആക്ടിവിറ്റി 4 ആണ്. വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് വെഹിക്കിൾ? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാഹനം ഏതാണ്? ഡ്രോ ആൻഡ് കളർ ഇറ്റ്. അത് നിങ്ങൾ ഇവിടെ വരച്ച് കളർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. മിസ് കളർ ചെയ്തിരിക്കുന്നത് കാർ ആണ്. എന്നിട്ട് നമ്മൾ അതിന്റെ താഴെ എന്താ എഴുതുക? ദിസ് ഈസ് എ കാർ. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെഹിക്കിൾ വരച്ചിട്ട് അതിന് നിങ്ങൾ കളർ ചെയ്യുക. എന്നിട്ട് അതിന് താഴെയായിട്ട് അത് ഏത് വെഹിക്കിൾ ആണ് എന്ന് പേര് കൂടി എഴുതാം. അപ്പോൾ ഓട്ടോറിക്ഷയാണ് വരയ്ക്കുന്നതെങ്കിൽ എങ്ങനെയാ പറയാ? ദിസ് ഈസ് ആൻ ഓട്ടോറിക്ഷ, അല്ലെങ്കിൽ ദിസ് ഈസ് എ ബോട്ട്. ഇതുപോലെ നിങ്ങൾ എഴുതാം. അടുത്തത് ആക്ടിവിറ്റി 5 ആണ്. അതിൽ പറയുന്നത് ലെറ്റ് us മാച്ച് സ്യൂട്ടബ്ലി, ഡ്രോ എ ലൈൻ ആൻഡ് കണക്ട് ദ വെഹിക്കിൾ ആൻഡ് ഇറ്റ്സ് നെയിം. അപ്പൊ ഒരു സൈഡിൽ കുറെ വെഹിക്കിൾസിന്റെ ചിത്രങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. അടുത്ത സൈഡിൽ വെഹിക്കിൾസിന്റെ പേരാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അതിന്റെ പേരുമായിട്ട് മാച്ച് ചെയ്യുന്ന വെഹിക്കിൾ ഏതാന്ന് നോക്കിയിട്ട് നമുക്ക് അതിനൊരു ലൈൻ വരച്ചിട്ട് കണക്ട് ചെയ്യാം. അതിൽ ആദ്യത്തേത് എന്താണ്? ഒരു ജീപ്പാണ് അല്ലെ? അപ്പൊ ഇതിൽ നമുക്ക് നോക്കാം ജീപ്പിന്റെ പേരുണ്ടോ? ഏതാണ് ജീപ്പ് വരുന്നത്? മൂന്നാമത്തെയാണ് അല്ലെ? ഗ്രീൻ ജീപ്പ്. അപ്പോൾ ആ ജീപ്പിന്റെ ചിത്രവും ഗ്രീൻ ജീപ്പുമായിട്ട് നിങ്ങൾ ഒരു ലൈൻ വരച്ച് കണക്ട് ചെയ്യാം. അടുത്തത് സ്കൂട്ടർ ആണ്. സ്കൂട്ടർ ഇവിടെ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. റെഡ് സ്കൂട്ടർ. അടുത്തത് ഏതാണ്? ബൈസൈക്കിൾ ആണ്, സൈക്കിൾ ആണ് അല്ലെ? അപ്പൊ അത് ഏതാണ്? ലാസ്റ്റ് ആണ് സൈക്കിൾ വരുന്നത്. ബ്ലാക്ക് ബൈസൈക്കിൾ. അടുത്തത് എന്താണ്? ബൈക്കാണ്. അത് രണ്ടാമതാണ് പേര് വരുന്നത്. ബ്ലൂ മോട്ടോ ബൈക്ക്. അപ്പൊ ആ ബൈക്കിന് നേരെ നിങ്ങൾ ലൈൻ വരയ്ക്കുക. രണ്ടാമത്തെ പേരും ബൈക്കുമായിട്ട് കണക്ട് ചെയ്യാം. അങ്ങനെയാണ് ആക്ടിവിറ്റി 5 വരുന്നത്. ആക്ടിവിറ്റി 6 എന്താണ്? ലെറ്റ് us കംപ്ലീറ്റ് ദ പിക്ചർ യൂസിങ് സ്റ്റിക്കേഴ്സ്. അപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള സ്റ്റിക്കേഴ്സ് യൂസ് ചെയ്തിട്ട് ഈ പിക്ചർ കംപ്ലീറ്റ് ചെയ്യാം. ഇനി ആക്ടിവിറ്റി 7 നോക്കാം. വാട്ട് ആർ ദേ ടോക്കിംഗ്? കംപ്ലീറ്റ് ദെയർ കോൺവെർസേഷൻ. ഇവിടെ ഒരു എയ്റോപ്ലെയിനും ഒരു കാറും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആണ്. അവർ സംസാരിക്കുകയാണ്. അപ്പൊ അത് നമുക്ക് ഫിൽ ചെയ്യാം. ആദ്യത്തെ 2 അവിടെ തന്നിട്ടുണ്ട്. ആദ്യം എന്താ കാറ് പറയുന്നത്? ഐ ഹാവ് വീൽസ്. എനിക്ക് ചക്രങ്ങളുണ്ട് എന്നാണ് കാർ പറയുന്നത്. അപ്പൊ പ്ലെയിൻ പറയാണ് ഐ ടു ഹാവ് വീൽസ്. എനിക്കും ചക്രമുണ്ട്. അപ്പൊ എനിക്കും എന്ന് പറയുമ്പോ എങ്ങനെയാ പറയാ? ഐ ടു ഹാവ് വീൽസ്. അടുത്തത് എയ്റോപ്ലെയിൻ പറയാണ് ഐ ഹാവ് വിങ്സ്. എനിക്ക് ചിറകുകളുണ്ട്. കാറിന് ചിറകുണ്ടോ? ഇല്ല അല്ലെ? നമ്മൾ എങ്ങനെയാ പറയാ? ഐ ഹാവ് നോ വിങ്സ്. എനിക്ക് ചിറകുകളില്ല. അപ്പൊ നമ്മൾ എങ്ങനെയാ പറയാ? ഐ ഹാവ് നോ വിങ്സ്. അടുത്തത് കാർ പറയാണ് ഐ ഹാവ് എ ഹോൺ. എനിക്കൊരു ഹോൺ ഉണ്ട്. പക്ഷെ എയ്റോപ്ലെയിന് ഹോൺ ഇല്ല. അപ്പൊ നമ്മൾ എങ്ങനെ പറയും? ഐ ഹാവ് നോ ഹോൺ. നോ ഹോൺ അവിടെ തന്നിട്ടുണ്ട്. നമ്മൾ മുകളിൽ എന്താ വരിക? ഐ ഹാവ് എന്നാണ്. ഐ ഹാവ് നോ ഹോൺ എന്നാണ് എയ്റോപ്ലെയിൻ പറയുന്നത്. ഇനി ആക്ടിവിറ്റി 8 നോക്കാം. ലെറ്റ് us കംപ്ലീറ്റ് ദ സെന്റൻസസ്. താഴെ തന്നിരിക്കുന്ന സെന്റൻസസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ആദ്യത്തേത് ബസ്സും രണ്ടാമത്തേത് കാറും ആണ് അല്ലെ? അപ്പൊ ആദ്യത്തെ എന്താ പറയുന്നേ? ദിസ് ഈസ് എ ഡാഷ് ബസ്. എന്ത് ബസ്സാണ്? ബസ്സിന്റെ നിറം എന്താണ്? ബ്ലൂ ആണ്. അപ്പൊ നമ്മൾ അവിടെ എന്താ എഴുതേണ്ടത്? ബ്ലൂ എന്നാണ് എഴുതേണ്ടത്. ദിസ് ഈസ് എ ബ്ലൂ ബസ്. ദ ബസ് ഹാസ് സീറ്റ്സ്. ആ ബസ്സിൽ എന്താണ്? സീറ്റുകൾ ഉണ്ട്. ഇരിക്കാനായിട്ട് സീറ്റ് ഉണ്ട്. ഇനി എന്താണ് ആ ബസ്സിനുള്ള? ആ ഒരു ഭാഗം നമുക്ക് അവിടെ എഴുതാം. ബസ്സിന് ലൈറ്റ് ഉണ്ട് അല്ലെ? അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? ദ ബസ് ഹാസ് ലൈറ്റ്സ്. ആ ബസ്സിന് ലൈറ്റുകൾ ഉണ്ട്. ദ ബസ് ഹാസ് ലൈറ്റ്സ് എന്ന് എഴുതാം. ഇനി ഏതൊക്കെ ഭാഗമാണ് ബസ്സിനുള്ളത് അത് നമുക്ക് അവിടെ എഴുതാം. എന്താണ്? ഒരു ഹോൺ ഉണ്ട് അല്ലെ? അപ്പൊ നമുക്ക് എങ്ങനെയാ പറയാ? ദ ബസ് ഹാസ് എ ഹോൺ. ദ ബസ് ഹാസ് എ ഹോൺ. അടുത്തത് ദ ബസ് ഹാസ് എ മിറർ. ബസ്സിന് കണ്ണാടി ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് പറയും? ദ ബസ് ഹാസ് മിറർ. ഇതാണ് ബസ്സിന്റെ ഭാഗങ്ങൾ. അടുത്തത് കാറാണ്.
കാറിന്റെ നിറം എന്താണ്? റെഡ് ആണ് അല്ലെ, ചുവന്ന കാറാണ്. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? ദിസ് ഈസ് എ റെഡ് കാർ. ദ കാർ ഹാസ് സീറ്റ്സ്. ആ കാറിന് സീറ്റുകളുണ്ട്. ഇനി ഏത് ഭാഗമാണ് കാറിനുള്ളത്? ചക്രങ്ങളുണ്ട്. അതെങ്ങനെ പറയാ? ദ കാർ ഹാസ് വീൽസ്. നമ്മൾ പഠിച്ചു വീൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചക്രങ്ങളാണ്. ദ കാർ ഹാസ് വീൽസ്. ഇനി അടുത്ത ഭാഗം ഏതാ? ലൈറ്റ്സ് ഉണ്ട് അല്ലെ. ദ കാർ ഹാസ് ലൈറ്റ്സ്. ദ കാർ ഹാസ് മിറർ. ഇതൊക്കെ കാറിന്റെ ഭാഗങ്ങളാണ്. അപ്പൊ ഈ രണ്ട് വെഹിക്കിൾസിന്റെ ഭാഗങ്ങളാണ് നമ്മൾ ഇവിടെ എഴുതിയത്. ആദ്യം കളർ എഴുതി. ദിസ് ഈസ് എ ബ്ലൂ ബസ്. ദിസ് ഈസ് എ റെഡ് കാർ. അത് കഴിഞ്ഞിട്ട് കാറിന്റെയും ബസിന്റെയും ഭാഗങ്ങൾ, പാർട്സ് ആണ് നമ്മളിവിടെ എഴുതിയത്. ഏതൊക്കെയാണ്? സീറ്റ്സ്, ലൈറ്റ്സ്, ഹോൺ, വീൽസ്, മിറർ. ഇതൊക്കെയാണ് ബസിന്റെയും കാറിന്റെയും ഭാഗങ്ങളായിട്ട് വരുന്നത്. ഇനി ആക്ടിവിറ്റി 9 ആണ്. വാട്ട് ഡു ദേ സേ? ബസ്സും കാറും എന്താ പറയുന്നേ? ഇത് നമ്മൾ കഥയിൽ കണ്ടിട്ടുള്ളതാണ് അല്ലെ. ബസ് പറയാണ് ഹേ കാർ ഗിവ് വേ. ഹേ കാർ എനിക്ക് വഴി തരൂ, ഗിവ് വേ എന്നാണ് പറയുന്നത്. അപ്പൊ കാർ എന്തായിരുന്നു ബസ്സിനോട് പറഞ്ഞിട്ടുണ്ടാവുക? നമ്മൾ കണ്ടു കഥയിൽ. എന്താണ് പറഞ്ഞത്? ടൂട്ട് ടൂട്ട് യു മൂവ്. എന്താ കാർ പറഞ്ഞേ? ടൂട്ട് ടൂട്ട് നീയാണ് മാറണ്ടേ, നീ മാറൂ എന്നാണ് പറയുന്നത്. ഇത് രണ്ടും കേട്ടിട്ട് നമ്മുടെ ബെയർ, പോലീസ് ഓഫീസർ എന്താ പറയുന്നത്? എല്ലാവരോടും നിൽക്കാനാണ് അല്ലെ. സ്റ്റോപ്പ് എന്നാണ് പോലീസ് ഓഫീസർ പറയുന്നത്. ഈ കോൺവെർസേഷൻ നമ്മുടെ കഥയിലുള്ളതാണ്. അത് തന്നെയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഹേ കാർ ഗിവ് വേ എന്ന് ബസ് പറയുമ്പോൾ കാർ പറയാണ് ടൂട്ട് ടൂട്ട് യു മൂവ്. പോലീസ് ഓഫീസർ പറയാണ് സ്റ്റോപ്പ് നിർത്തൂ എന്നാണ് പോലീസ് ഓഫീസർ പറയുന്നത്. അടുത്തത് ആക്ടിവിറ്റി 10 ആണ്. ലെറ്റ് us കംപ്ലീറ്റ് ദ സെന്റൻസസ്. അപ്പൊ നമുക്ക് ഈ സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യാം. ഇവിടെ കുറച്ച് ഗ്യാപ്സ് തന്നിട്ടുണ്ട് അല്ലെ. ആദ്യത്തെ സെന്റൻസ് ഇവിടെ എന്താണ്? ദ ജീപ്പ് ഹാസ് നോ വീൽസ് എന്നാണ്. ചക്രം ഇല്ലാത്തൊരു ജീപ്പ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ദ ജീപ്പ് ഹാസ് നോ വീൽസ്. അടുത്തത് ലോറിയാണ് അല്ലെ. ലോറിക്ക് എന്താ അതിലില്ലാത്തത്? ലൈറ്റ്സ് ഇല്ല. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? ദ ലോറി ഹാസ് നോ ലൈറ്റ്സ്. ദ ലോറി ഹാസ് നോ ലൈറ്റ്സ്. ലോറിക്ക് ലൈറ്റ്സ് ഇല്ല. അടുത്തത് ഏത് വെഹിക്കിൾ ആണ്? ബൈസിക്കിൾ ആണ്, സൈക്കിളാണ്. നമ്മൾ എന്താ പറയാ? ബൈസിക്കിൾ. അപ്പൊ ആ സെന്റൻസ് എങ്ങനെ വരിക? ദ ബൈസിക്കിൾ ഹാസ് നോ സീറ്റ്. അതിന് സീറ്റ് ഇല്ല അല്ലെ ചിത്രത്തില്. നമുക്ക് എങ്ങനെ പറയാം? ദ ബൈസിക്കിൾ ഹാസ് നോ സീറ്റ്. അടുത്തത് വാൻ ആണ്. വാൻ എന്താ ഇല്ലാത്തത്? മിറർ ഇല്ല. അപ്പൊ നമുക്ക് എങ്ങനെയാ സെന്റൻസ് പറയാ? ദ വാൻ ഹാസ് നോ മിറർ. ദ വാൻ ഹാസ് നോ മിറർ. ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ അതിന് ഓരോ ഭാഗങ്ങളും ഇല്ല എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാ പറയാ? ദ ജീപ്പ് ഹാസ് നോ വീൽസ്. ജീപ്പിന് ചക്രമില്ല. അല്ലെങ്കിൽ വാനിന് കണ്ണാടി, മിറർ ഇല്ല. എങ്ങനെയാ പറയാ? ദ വാൻ ഹാസ് നോ മിറർ. ഇനി നമുക്ക് ആക്ടിവിറ്റി 11, 11ാമത്തെ ആക്ടിവിറ്റി നോക്കാം. എന്താ അതിൽ പറയുന്നത്? വാട്ട് വിൽ ദ ഡോഗ് സേ? ഡോഗ് എന്താ പറയാന്നാണ്. എ കപ്പ് ഓഫ് ടീ പ്ലീസ് എന്ന് ക്യാറ്റ് പറയാ. ക്യാറ്റ് ഡോഗിനോട് പറയാണ് എനിക്കൊരു കപ്പ് ചായ തരൂ എന്ന്. അപ്പോൾ ഡോഗ് ആ ചായ കൊണ്ടുവരുന്ന വഴിക്ക് താഴെ വീണിട്ട് ആ ഗ്ലാസ് പൊട്ടുകയാണ്. അപ്പോൾ ക്യാറ്റ് പറയാണ് ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക്. ഇത് നിന്റെ തെറ്റാണ് എന്നാണ് പറയുന്നത്. അപ്പൊ എന്തായിരിക്കും ഡോഗ് പറയാ? ഡോഗ് എന്താവും പറയാ? ക്ഷമയാണ് അല്ലെ. സോറി എന്നാണ് അവിടെ ഡോഗ് പറയുന്നത്. ഇനി നമ്മൾ ഈ യൂണിറ്റിലെ ഏറ്റവും അവസാനത്തെ ആക്ടിവിറ്റിയാണ് നോക്കാനായിട്ട് പോകുന്നത്. ആക്ടിവിറ്റി 12, ആഡ് എ ലൈൻ ടു ദ സോങ്. ഈ പാട്ട് നമ്മൾ ആ കഥ വായിച്ചപ്പോൾ തന്നെ കണ്ടു അല്ലേ. അതിന് ഒരു ലൈൻ കൂടി നമ്മളോട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആ സോങ് ഒന്നുകൂടി വായിക്കാം. ഗ്രീൻ ട്രീസ് യു ആർ സോ ഫൈൻ. പച്ച മരങ്ങളോട് പറയാണ് നിങ്ങൾ വളരെ നല്ലതാണ്. ഐ എം സോ ഹാപ്പി ടു സീ യു ഓൾ. ഞാൻ നിങ്ങളെയൊക്കെ കണ്ടപ്പോൾ വളരെ ഹാപ്പിയാണ്. അപ്പൊ ആദ്യം ആരോടാ പറഞ്ഞത്? ഗ്രീൻ ട്രീസിനോടാണ്. അടുത്തത് ആരോടാ പറയുന്നേ? ബ്ലൂ ബേർഡ്സ്, നീല നിറമുള്ള പക്ഷികളോടാണ്. ആ ചിത്രത്തിൽ നമുക്ക് ബ്ലൂ ബേർഡ്സിനെ കാണാം അല്ലെ. ബ്ലൂ ബേർഡ്സ് യു ആർ സോ ഫൈൻ. ഐ എം സോ ഹാപ്പി ടു സീ യു ഓൾ. ഇനി ഈ ചിത്രത്തിൽ ആരുള്ളത്? റെഡ് കളർ ഫ്ലവേഴ്സ് ഉണ്ട് അല്ലെ. ചുവന്ന പൂക്കളുണ്ട്. അപ്പൊ നമുക്ക് പൂക്കളോട് പറയാം റെഡ് ഫ്ലവേഴ്സ് യു ആർ സോ ഫൈൻ. ഐ ആം സോ ഹാപ്പി ടു സീ യു ഓൾ. ഈ ആക്ടിവിറ്റിയോട് കൂടി നമ്മുടെ 1ാമത്തെ യൂണിറ്റും അതിലെല്ലാ ആക്ടിവിറ്റീസും കഴിയാണ്. അടുത്ത യൂണിറ്റ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അതുവരെ എല്ലാവർക്കും ബൈ.